സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഇൻക്ലൂസീവ് അത്ലറ്റിക്സിൽ ഒരു അച്ഛന്റെ ഇടപെടൽ ഒരുപാട് കുട്ടികൾക്ക് തുണയായി. എങ്ങനെയാണെന്നല്ലേ കാണാം നമുക്ക്. വിഷമമുണ്ട്, പക്ഷേ തളരില്ല. അടുത്ത മത്സരത്തിനായി കാത്തിരിക്കും, തയ്യാറെടുക്കും. 60% കാഴ്ചക്കുറവുള്ള ഷമ്മാസിന്റെ വാക്കുകളാണിത്. മലപ്പുറം താനൂർ സ്വദേശിയാണ് ഷമ്മാസ്. തന്റെ പരിമിതികളെ അവൻ മറികടക്കുന്നത് സ്വപ്നത്തിലേക്കുള്ള യാത്രയിലൂടെ. സംസ്ഥാന സ്കൂൾ കായികമേള അവന് വേദിയൊരുക്കി. സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള 100 മീറ്റർ ഓട്ടമാണ് ഐറ്റം. ദേശീയ പാരാ അത്ലറ്റ് മീറ്റിൽ പുറത്തെടുത്ത മികച്ച വേഗത്തെ തോൽപ്പിക്കാൻ അവൻ ഗൈഡായ തന്റെ സഹോദരനൊപ്പം ട്രാക്കിലിറങ്ങി. കയ്യിൽ അച്ഛൻ നിർമ്മിച്ചു നൽകിയ റണ്ണിംഗ് ടെതർ ഉണ്ടായിരുന്നു. പക്ഷേ സംഘാടകർ അത് തടഞ്ഞു. സർക്കാർ നൽകുന്ന ടെതർ ഉപയോഗിച്ച് മത്സരിച്ചാൽ മതിയെന്ന് നിർദ്ദേശം. ഒടുവിൽ മത്സരം. ഫിനിഷിംഗ് പോയിന്റിന് തൊട്ടു മുമ്പ് ടെതർ പൊട്ടി വീണു. ഇരുവർക്കും ചുവട് പിഴച്ചു. ഗൈഡ് റണ്ണർക്ക് പരിക്കേറ്റു. ഞങ്ങൾ ഓടി പകുതി എത്തിയപ്പോൾ അത് പൊട്ടിയപ്പോൾ രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത് കൈ പിടിച്ച് ഓടാനുള്ളതാണ്. കൈ പിടിക്കാനുള്ള ഓപ്ഷനിൽ അവന് കൈ പിടിച്ചതിൽ തിരിഞ്ഞതിൽ അവൻ്റെ ആംസ്ട്രിങ് കയറിപ്പോയി. അപ്പോൾ അതിൽ ഇഞ്ചറിയും പറ്റിപ്പോയി. ഞങ്ങൾ രണ്ടാമതാണ് ഫിനിഷ് ചെയ്തത്. വീണ്ടും നടന്ന ഹീറ്റ്സുകളിൽ ഇത് ആവർത്തിക്കപ്പെട്ടു. ഒടുവിൽ ഷമ്മാസിന്റെ പിതാവ് പറഞ്ഞതാണ് ശരിയെന്ന് സംഘാടകർക്ക് മനസ്സിലായി. നമ്മളെ ഇടപെടലുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ടെതർ എന്താണെന്നുള്ളവർ മനസ്സിലാക്കി. ഈ നടത്തുന്ന സംഘാടകർക്ക് ടെതർ എന്താണ്, അതെന്താണെന്നുള്ള. ഇപ്പോൾ ഞാൻ മലപ്പുറത്ത് നിന്ന് വീട്ടിൽ നിന്ന് അടിച്ചു കൊടുക്കുന്ന ടെതർ ഇപ്പോൾ ഇവിടെ അർജന്റീനായിട്ട് അവർ കൊണ്ടുപോയിട്ട് 10 പോലും അതുപോലെ അടിച്ചു കൊടുത്തിട്ടാണ് ഇപ്പം മത്സരങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം, നമ്മൾ പുതിയതായിട്ട് ചെല്ലുമ്പോൾ വി ഹാവ് ടു ഹാവ് സജഷൻസ് ഫ്രം ഓൾ ദ സൈഡ്. അപ്പോൾ എല്ലാവരുടെയും സജഷൻസ് ഇതിന് ഒരു സഹായകമാണ്. അടുത്ത വർഷത്തെ മത്സരത്തിനായാണ് ഇനിയുള്ള കാത്തിരിപ്പ്. ഇനിയും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ് ഷമ്മാസ് പറഞ്ഞു വെക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേള സ്കൂൾ ഒളിമ്പിക്സായി മാറിക്കഴിഞ്ഞു. നല്ല കാര്യം. പക്ഷേ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിനോടും സംഘാടകരോടുമാണ് പറയാനുള്ളത്. ഇനിയെങ്കിലും മത്സരത്തിന് മുന്നേ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം. ശ്യാംകുമാറിനൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.